IBO2 ഏഴാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് പ്ലാനിങ്. ഇതിൽ പ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ് ഒന്ന് പഠിക്കേണ്ടത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ കഴിഞ്ഞ വർഷം മാർക്കറ്റിങ്ങിൽ പഠിച്ചതാണ്. ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്തത് റൈൻഡം വേനൻ എന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് നമ്മുടെ സാധാ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തന്നെ ഏതൊരു പ്രൊഡക്റ്റും ഈ ഒരു 4 സ്റ്റെപ്പിലൂടെ കടന്നു പോകും. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ഇവിടെ ഒരു ഗ്രാഫായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അതിന് വലിയ മാർക്കറ്റ് ഷെയർ ഒന്നും ഉണ്ടാവില്ല. അവിടെ വേറെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് അതിഗംഭീരമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇവിടെ മാർക്കറ്റിലേക്ക് അങ്ങ് ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ മാർക്കറ്റിൽ ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. പല പ്രൊഡക്റ്റുകളും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഫെയിലായി പോകും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ എക്സ്പെൻസുകൾ വരുന്ന സ്റ്റേജാണ്. നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, ബ്രാൻഡിങ് നല്ലോണം വേണ്ടി വരും, പക്ഷേ വേണ്ട രൂപത്തിലുള്ള സെയിൽസ് ഉണ്ടാവില്ല. പലരും അവിടെ താങ്ങാൻ കഴിയാതെ പൊട്ടിപ്പോകും. നെക്സ്റ്റ് അവിടെ സക്സസ് ആവുന്ന ടീമാണ് ഗ്രോത്ത് തുടങ്ങും. നെക്സ്റ്റ് സ്റ്റേജാണ് ഗ്രോത്ത്. ഗ്രോത്തിൽ റാപ്പിഡ്ലി സെയിൽസ് ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സ്ഥാപനത്തിന് പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, സെയിൽസ് കൂടുന്നു. അപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ കൊണ്ട് നല്ല ഫൈറ്റ് ചെയ്തിട്ട് പിടിച്ച് കണ്ട ഒരു സന്ദർഭമാണ്. അതായത് കസ്റ്റമേഴ്സ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഒഴിവാക്കി നമ്മളെ പ്രൊഡക്റ്റിലേക്ക് വരുന്നു എന്നാണ് ഗ്രോത്ത് സ്റ്റേജിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ മുറുകും. അപ്പോൾ നമ്മൾ ഹൈ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. കാരണം കോമ്പറ്റീറ്റേഴ്സും വെറുതെ ഇരിക്കില്ലല്ലോ. നെക്സ്റ്റാണ് മെച്യൂരിറ്റി സ്റ്റേജ്. നമ്മളൊരു ഹൈ പ്രോഫിറ്റും ഹൈ സെയിൽസും വോളിയം ഉള്ളൊരു മേലെ നിലയിലെത്തി. ഒരുപാട് കസ്റ്റമേഴ്സ് അവരെ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങി. നമ്മൾ നല്ലൊരു ബ്രാൻഡായി. ഇനി നമ്മളെ സെയിൽസ് അധികം കൂടുമൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഒരു ചെറിയ നിലയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സന്ദർഭമാണ്. ഈ ഒരു സന്ദർഭത്തിൽ കോമ്പറ്റീറ്റേഴ്സും വെറുതെ ഇരിക്കില്ല. അവരും നമ്മളെ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് വലിക്കാനുള്ള നല്ല ശ്രമം നടത്തും. ഇതാണ് ഒരു സ്ഥാപനത്തിന് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ട് നല്ല സെയിൽസ് ഉള്ളൊരു സന്ദർഭമാണ്. ഇവിടെ സ്ഥാപനത്തിൽ ഇനിയും നല്ല ഡെവലപ്മെൻറ്റും പുതിയ റിസർച്ചുകളും നടത്തേണ്ട സന്ദർഭമാണ്. ഇവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് പ്രൊഡക്റ്റിൻ്റെ വീട്ടിലെ റിസർച്ച്. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നവർ അവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. ചിലപ്പോൾ ഈ മെച്യൂരിറ്റി സ്റ്റേജ് ചില സ്ഥാപനങ്ങൾക്ക് വർഷങ്ങളോളം നീണ്ടുനിൽക്കും. കാരണം അത് അവരവിടെ നല്ല റിസർച്ചും നല്ല ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റിൽ കൊണ്ടുവന്നിട്ടാണ്. മെച്യൂരിറ്റി സ്റ്റേജിലെത്തിയിട്ട് പിന്നെ ഒന്നും ശ്രദ്ധിക്കാഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഡിക്ലൈനിലേക്ക് പോകും. ഡിക്ലൈനിലേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പതുക്കെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങും. സ്ഥാപനത്തിൻ്റെ സെയിൽസ് കുറഞ്ഞു വരും. കാരണം എന്താ വെച്ചാൽ നമ്മളെക്കാൾ നല്ല പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളെക്കാൾ നല്ല ഫീച്ചേഴ്സും നല്ല ഡെവലപ്മെൻറ്റൊക്കെ നടത്തിയിട്ട് പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളും നല്ല റിസർച്ച് നടത്തി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ടെക്നോളജിയിൽ മാറുന്നതനുസരിച്ച് നമ്മളെ പ്രൊഡക്റ്റിൽ നല്ല നല്ല മാറ്റം വരണം. അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് ഡേറ്റ് ആൻഡ് ഔട്ട് ഓഫ് മാർക്കറ്റായിട്ട് മാറും. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. IGMD എന്ന് പഠിച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് എ ന്യൂ പ്രൊഡക്റ്റ് ഫോർ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ, അതിൻ്റെ പ്രോസസ്സുകൾ. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു കച്ചവടം നടത്തണം വിചാരിക്കാം. നമുക്ക് US പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അവിടെ ഒരു ബിസിനസ് ചെയ്യണം. നമുക്കങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ, നമ്മുടെ കയ്യിൽ അതിനുള്ള ഫണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ സ്റ്റേജുകൾ. ഫസ്റ്റ് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യണം. ഏതൊരു കച്ചവടം നടത്താനും ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാനും ഐഡിയ വേണം. എന്തൊക്കെ ഐഡിയകൾ കിട്ടണമെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങണം, ജനങ്ങളിലേക്ക് ഇറങ്ങണം, പബ്ലിക്കിലേക്ക് ഇറങ്ങണം, സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ US ചെന്നിട്ട് അവിടെ ആളുകൾ ആവശ്യം വളരെ സിമ്പിൾ. US ഒരുപാട് തെങ്ങുണ്ട് വിചാരിക്കുക. പുതിയ തെങ്ങ് കൃഷിയൊക്കെ തുടങ്ങിയിട്ട് അവിടെ ഇപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് തെങ്ങിൽ കയറാൻ തെങ്ങേറ്റക്കാരെ കിട്ടുന്നില്ല. ഒരു പ്രശ്നം. ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ഐഡിയ പോലും ഒതുക്കല്ല. മറ്റൊരു ഐഡിയ, അവിടുത്തെ ആളുകൾക്ക് അവിടെ ബാർബർമാരെ കിട്ടുന്നില്ല. മുടി വെട്ടുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ മുടി വെട്ടുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ATM പോലെ ഒരു ഫുൾ മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ബാർബർ ഷോപ്പ്. അവിടെ പോയി ഇരുന്നിട്ട് അവിടുത്തെ സ്ക്രീനിൽ സെലക്ട് ചെയ്താൽ മതി ഏത് മോഡൽ വേണമെന്ന്. അവർ മുടി വെട്ടിത്തരും. അല്ലെങ്കിൽ നമ്മളെ ഫേസ് വാഷ്, അതുപോലത്തെ എല്ലാ ബ്യൂട്ടി പരിപാടികളും ചെയ്യുന്ന റോബോട്ട്.
മറ്റൊരു ഐഡിയ. ഇങ്ങനെ തുടങ്ങിയിട്ട് 3-4 ഐഡിയകൾ, കുറച്ച് ഐഡിയകൾ നമ്മൾ ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐഡിയ സ്ക്രീനിങ്. എന്നിട്ട് ഈ ഐഡിയകളൊക്കെ വെച്ചിട്ട് ഓരോ ഐഡിയനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. ഏത് ഐഡിയയാണ് നമുക്ക് നടപ്പിലെടുത്താൻ പറ്റുന്നത്. എന്നിട്ട് നല്ലൊരു ഐഡിയ സെലക്ട് ചെയ്യാം. ആ ഐഡിയ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ തെങ്ങ് കയറുക എന്നുള്ള ഐഡിയ സെലക്ട് ചെയ്തു. അതാണ്. മറ്റേത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മുടി വെട്ടൽ ഒരു പക്ഷേ ആളുകൾ ഒറ്റയ്ക്ക് ആക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. കാരണം അവർക്ക് പേടിയേക്കാറ്. ചിലപ്പോൾ തലേന്ന് അറിയാതെ വെട്ടിപ്പോലോ, മെഷീന് ചെറിയ ബഗ് വന്നാൽ ചിലപ്പോൾ മുടിക്ക് കയറി ചെവിയൊക്കെ പോയി പോകും. അപ്പോൾ തെങ്ങ് കയറുന്ന മെഷീൻ അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് ആ ഒരു ഐഡിയ നമ്മൾ കൺസെപ്റ്റാക്കി ഡെവലപ്പ് ചെയ്യാം. തെങ്ങ് കയറണം. അപ്പോൾ തെങ്ങ് കയറേണ്ട മെഷീൻ എങ്ങനെ വേണം? അത് ഒരു മോട്ടർ വെച്ചിട്ട് താഴ്ന്ന് റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ, അതല്ല നമ്മുടെ നാട്ടിലുള്ളതുപോലെ കാലിൽ കുടുക്കിയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ കയറുന്ന ടൈപ്പ് ആവണോ, അല്ലെങ്കിൽ ഒരു റോബോട്ട്? ഒന്നും പറയണ്ട, ആ തെങ്ങിൻ്റെ തോട്ടത്തിൻ്റെ ഒരു സൈഡിലൂടെ കൊണ്ടുവച്ചാൽ അവിടെയുള്ള തെങ്ങിലൊക്കെ കയറിയിട്ട് അത് ഓട്ടോമാറ്റിക് കിട്ടുള്ളൂ. അങ്ങനെ ആവണോ? അതിലേക്ക് നല്ലൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് അനലൈസിങ് ഓർ ടെസ്റ്റിംഗ്. നമ്മുടെ കൺസെപ്റ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, സക്സസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊമേഴ്സ്യലൈസേഷൻ, മാർക്കറ്റിലേക്ക് ഇറക്കുക, ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചാൽ മാത്രം പോലെ ഇവാലുവേഷൻ, നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. എന്താണ് അതിൽ പ്രശ്നമുള്ളത്? ചിലപ്പോൾ പാകമാവാത്ത തേങ്ങ ഇടുന്ന പ്രശ്നങ്ങളുണ്ടാകും, തെങ്ങ് വൃത്തിയാക്കാത്ത പ്രശ്നങ്ങളുണ്ടാകും, സ്പീഡ് കുറവുണ്ടാകും. എന്നിട്ട് അതിന് വേണ്ട റെമഡീസ്, പരിഹാരം എടുക്കുക. ഇതാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള 6 സ്റ്റെപ്പുകൾ. ഓക്കെ, ഓരോന്നും ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതോടെ നമ്മൾ ആ ഒരു യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റ് ഈ 2 വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒരു സ്റ്റെപ്പും എൻ്റെക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് 8ാമത്തെ യൂണിറ്റ് ബ്രാൻഡിങ്, പാക്കിംഗ്,